മാന്നാർ കലാകൊലക്കേസിലെ പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് അനുപമ എസ് പിള്ള മുമ്പാകെ ഹാജരാക്കിയത്. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടു. മാന്നാർ ചെന്നിത്തല ഇരമത്തൂർ സ്വദേശിനിയായ യുവതിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിലാണ് 2 മുതൽ 4 വരെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് മൂവരെയും കോടതിയിൽ ഹാജരാക്കിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് അനുപമ എസ് പിള്ള മുമ്പാകെ ഹാജരാക്കിയത്. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടു. പ്രതികൾക്ക് വേണ്ടിയുള്ള ജാമ്യം വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് സുരേഷ് മത്തായിയാണ് ഹാജരായത്. കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവ് അനിലാണ് കേസിലെ 1-ാം പ്രതി. അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് 2 മുതൽ 4 വരെ പ്രതികൾ. ഇവർ 4 പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് നിഗമനം. യുവതിയെ 15 വർഷം മുൻപ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയതാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അതിനിടെ 1-ാം പ്രതിയായ ഭർത്താവ് അനിലിനെ ഈ ആഴ്ച തന്നെ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിക്കുമെന്നാണ് സൂചന. നിലവിൽ റെഡ് കോർണർ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഓപ്പൺ വാറന്റും പുറപ്പെടുവിച്ചു. ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന അനിലിന്റെ പാസ്പോർട്ട് നമ്പറും വിലാസവും സ്പോൺസറുടെയും കമ്പനിയുടെയും വിശദാംശങ്ങളും ഉൾപ്പെട്ട വാറന്റ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർക്കും കോടതി കൈമാറി. ഇനി പോലീസ് ആസ്ഥാനത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് വഴി CBIക്ക് വാറന്റ് കൈമാറും. CBI ആസ്ഥാനത്ത് നിന്ന് ഇന്റർപോളിന് വിവരങ്ങൾ നൽകുന്നതോടെ തിരച്ചിൽ നോട്ടീസ് നടപടികൾ പൂർത്തിയാക്കും. ഇതിനൊപ്പം പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ച് എമിഗ്രേഷൻ വിഭാഗം വഴി എംബസികൾക്കും വിമാനത്താവളങ്ങൾക്കും കൈമാറും. അനിൽ ഇസ്രയേലിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോകുന്നത് തടയാനാണിത്. കലയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും കൊന്ന രീതിയും കൃത്യത്തിലെ പങ്കാളികളുടെ വിവരങ്ങളും ഉപയോഗിച്ച വാഹനം കണ്ടെത്താനും അനിലിനെ നാട്ടിലെത്തിക്കണമെന്ന് പോലീസ് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.